ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ പുതിയ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ പില്ല എന്ന ഈയൊരു കവിതയാണ് നോക്കാൻ പോകുന്നത്. എഴുതിയിരിക്കുന്നത് സഫ്ദർ ഹാഷ്മി. പില്ല എന്ന് പറഞ്ഞാൽ എന്താ? പില്ല എന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? പില്ല എന്ന് പറയുന്നത്. നായ്ക്കുട്ടികളൊക്കെ ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവും അല്ലേ? എല്ലാവർക്കും കളിക്കാനും അതിൻ്റെ കൂടെ നടക്കാനും അല്ലേ, അതിനെ കൊണ്ട് നടക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. അപ്പം നമുക്ക് ആ കവിതയൊന്ന് വായിച്ച് നോക്കാം. ആദ്യം ഇത് മുഴുവനായിട്ടൊന്ന് ഞാൻ വായിക്കാം, അത് കഴിഞ്ഞിട്ട് ഓരോ ലൈനായിട്ട് നോക്കാം കേട്ടോ. നീതു കാത്ത പില്ല ഏക്, बदन पे उसके रुए अनेक, छोटी टांगे लंबी पूंछ, भूरी दाढ़ी काली मूंछ, मक्की से वह लड़ता था, कड़े कड़े गिर पड़ता था. ഒന്നുകൂടി വായിക്കാം. नीतू काता पिल्ला एक, बदन पे उसके रुए अनेक, छोटी टांगे लंबी पूंछ, भूरी दाढ़ी काली मूंछ, मक्की से वह लड़ता था, खड़े खड़े गिर पड़ता था. നീതു കാത്ത പില്ല ഏക്. അപ്പം നീതുവിന് എന്താ ഉണ്ടായിരുന്നത്? നീതുവിനൊരു പില്ല. പില്ല എന്ന് പറഞ്ഞാൽ എന്താ? നീതുവിൻ്റെ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു അല്ലേ? ഇതുപോലെ ഒരു വെളുത്ത് തുടുത്ത ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ റുവേ അനേക്. ബദൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ശരീരം കേട്ടോ. രുവ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയുന്നത് കണ്ടോ? ഇതുപോലെ കണ്ടോ? നായ്ക്കുട്ടികളുടെ ശരീരത്തിലൊക്കെ ഇതുപോലെ മുടികൾ ഉണ്ടാവില്ലേ? അതിനെയാണ് രുവ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ശരീരം നിറയെ, അവൻ്റെ ബദൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം നിറയെ എന്തായിരുന്നു? ശരീരം നിറയെ ഇതുപോലെ വെളുത്ത മുടികളുണ്ടായിരുന്നു. അനേക് പറഞ്ഞാൽ എന്താ? അനേക് എന്ന് പറഞ്ഞാൽ വളരെയധികം. ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്. ചോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയത്. ടാങ്കെ എന്ന് പറഞ്ഞാൽ കാലുകൾ. ലംബി എന്ന് പറഞ്ഞാലോ? ലംബി എന്ന് പറഞ്ഞാൽ നീളമുള്ള. പൂഞ്ച് എന്ന് പറഞ്ഞാലോ? പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാല് എന്നാണ് അർത്ഥം. ടാങ്കെ, ചോട്ടി ടാങ്കെ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കാലുകൾ എങ്ങനെയായിരുന്നു? കാലുകൾ ചെറുതായിരുന്നു അല്ലേ? ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്. അതിൻ്റെ വാലോ കണ്ടോ? വാലെങ്ങനെയാണ്? വാല് വളരെ വലുതായിരുന്നു, നീളമുള്ളതായിരുന്നു. ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്, ഭൂരി ദാടി കാലി മൂഞ്ച്. ഭൂരി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂരി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറമുള്ള. ദാടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ താടി കേട്ടോ. അപ്പോൾ തവിട്ട് നിറമുള്ള താടിയായിരുന്നു അതിന്. പിന്നെ എന്താണ്? കാലി മൂഞ്ച്. കാലി എന്ന് പറഞ്ഞാൽ കറുത്തത്. മൂഞ്ച് എന്ന് പറഞ്ഞാലോ? ചിത്രം നോക്കി കഴിഞ്ഞാൽ അറിയാം കണ്ടോ? അതിന് തവിട്ട് നിറമുള്ള താടിയായിരുന്നു. അതുപോലെ തന്നെ അല്ല, അതിൻ്റെ മീശ എങ്ങനെയായിരുന്നു? കറുത്തിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. മക്കി സേവഹ് ലടുത്താത്ത എന്ന് പറഞ്ഞാൽ എന്താ? മക്കി എന്ന് പറഞ്ഞാൽ ഈച്ച. മക്കി സേവഹ് ലടുത്താത്ത. ലഡന എന്ന് പറഞ്ഞാൽ എന്താ? തല്ലുകൂടുക. അപ്പം ആരെയായിട്ടാണ് തല്ലുകൂടിയിരുന്നത്? മക്കി, ഈച്ചയുമായി അവൻ തല്ലുകൂടിയിരുന്നു. ഖടേ ഖടേ ഗിർ പടുത്താത്ത. അപ്പം അതാണ് ഈ ഒരു കവിത വരുന്നത്. നീതു കാത്ത പില്ല ഏക്, ബദൻ പേ ഉസ്കെ രുവേ അനേക്, ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്, ഭൂരി ദാടി കാലി മൂഞ്ച്, മക്കി സേവഹ് ലടുത്താത്ത, കടേ കടേ ഗിർ പടുത്താത്ത. അല്ലേ? സ്വന്തം നായക്കുട്ടിയെ പറ്റിയിട്ടൊരു കവിത പറയുന്നത്. അപ്പം നീതുവിൻ്റെ നായക്കുട്ടിയെ പറ്റിയിട്ട് അല്ലേ? ഈ ഒരു നായക്കുട്ടിയെ പറ്റിയിട്ടാണ് ഈ ഒരു കവിത വരുന്നത്. ഖടേ ഖടേ ഗിർ പടുത്താത്ത. ഖടേ ഖടേ ഗിർ പടുത്താത്ത എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു പപ്പിയാണല്ലേ? ചെറിയൊരു നായക്കുട്ടിയാണ്. അപ്പം അവൻ എണീറ്റ് നിൽക്കാൻ നോക്കുമ്പോഴൊക്കെ അവൻ താഴെ വീഴാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പില്ലയുടെ അർത്ഥം നോക്കാം. പില്ല, പട്ടിക്കുഞ്ഞ്, പപ്പീനെയാണ് പില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് അല്ലേ? ഒന്നിനെയാണ് ഏക്ക് എന്ന് പറയുന്നത്. ബദൻ പേ എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൽ. ഓൺ ദ ബോഡി, അതിൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ മുഴുവൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു? ബദൻ പേ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ. ഇനി ഉസ്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ, ഹിസ്. രുവേ, രോമങ്ങൾ, ഹെയർ. അനേക്, അനേകം, മെനി. ചോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ, സ്മോൾ. ഇനി ടാങ്കെ എന്ന് പറഞ്ഞാൽ കാലുകളാണ്, ലെഗ്സ്. ലംബി എന്ന് പറഞ്ഞാൽ എന്താ? നീളമുള്ളതിനെയാണ് നമ്മൾ ലംബി എന്ന് പറയുക. ലോങ്
നീളമുള്ളത്. പൂഞ്ച് പൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? നായയുടെ ആ വാലുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പൂഞ്ച് എന്ന് പറയുക. ടെയിലിനെയാണ് പറയുക. ഭൂരി ഭൂരി എന്ന് പറഞ്ഞാൽ ആ നായക്കുട്ടിയുടെ മുഖത്തിന് അല്ലേ എന്തായിരുന്നു? തവിട്ട് നിറമായിരുന്നു എന്നാണ് പറയുന്നത്. താടി, നായക്കുട്ടിയുടെ താടി അല്ലേ? ഓക്കെ. ഭൂരി എന്ന് പറഞ്ഞാൽ എന്താ? തവിട്ട് നിറമുള്ളത്. ഇനി ദാടി എന്ന് പറഞ്ഞാൽ എന്താ? ദാടി എന്ന് പറഞ്ഞാൽ താടി, രോമം, ബേഡിനെയാണ് പറയുന്നത്. കാലി കാലി എന്ന് പറഞ്ഞാൽ ഏത് കളറാ? കറുപ്പ് കളറിനെയാണ്, ബ്ലാക്കിനെയാണ് കാലി എന്ന് പറയാ. മൂഞ്ച് മൂഞ്ച് എന്ന് പറഞ്ഞാൽ മീശയാണ്. എന്തിനാ പറയുന്നത്? മൂഞ്ച് എന്ന് പറഞ്ഞാൽ മീശയാണ് പറയുന്നത്. മക്കി മക്കി എന്ന് പറഞ്ഞാൽ ആരാണ്? മക്കി എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്. ലടുത്താത്ത ലടുത്താത്ത എന്ന് പറഞ്ഞാൽ എന്താ? പൊരുതുമായിരുന്നു, തല്ലൂടുക അല്ലേ? യൂസ് ടു ഫൈറ്റ്. ഖടേ ഖടേ എഴുന്നേൽക്കുമ്പോൾ, വൈൽ സ്റ്റാൻഡിങ്. ഗിർ പടുത്താത്ത വീഴുമായിരുന്നു, യൂസ് ടു ഫോൾ. ഹം വീഴോടെ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ക്യാ ഖാന പസന്ത് താ? നമ്മുടെ നായക്കുട്ടിക്ക് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം? ചായക്കെ സാത്ത് ബിസ്കൂട്ട് ഖാന പസന്ത് താ അല്ലേ? ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാനായിരുന്നു നമ്മുടെ നായക്കുട്ടിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. ഇനി കിസ്കെ നീച്ചെ സോത്താത്ത? എന്തിൻ്റെ താഴെയാണ് അവൻ ഉറങ്ങിയിരുന്നത്? പങ്കേ കെ നീച്ചെ സോത്താത്ത അല്ലേ? ഫാൻ്റെ അടിയിലാണ് ഉറങ്ങിയിരുന്നത്. കിസ്കെ സാത്ത് കേൾത്താത്ത? ആരുടെ കൂടെയാണ് അവൻ കളിച്ചിരുന്നത്? നീതു കെ സാത്ത് കേൾത്താത്ത. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തരങ്ങൾ വരുന്നത്. എനിക്ക് മദത് സേ കവിതാമേ പങ്ക്തിയാ ജോഡേ. അപ്പോൾ ഇപ്പം നമ്മൾ 3 ലൈൻ ഇവിടെ പറഞ്ഞില്ലേ, 3 ഉത്തരങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കവിതയുടെ ലൈൻസ് ആയിട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ആ കവിതയിൽ കുറച്ച് വരികൾ കൂടി കൂട്ടിച്ചേർക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഉത്തരം എന്തായിരുന്നു? അപ്പോൾ എന്താണ്? ഒരു കവിത പോലെ നമുക്ക് എഴുതാം. ചായ് കെ സാത്ത് ബിസ്കൂട്ട് കാത്ത, പങ്കേ കെ നീച്ചെ സോത്ത, നീതു കെ സാത്ത് ഖേലിത്ത അല്ലേ? അങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ. ഇനി അടുത്ത എന്താണ്? അടുത്ത പ്രവർത്തനം നിങ്ങൾക്ക് എന്താണുള്ളത്? പരിചിത് ശബ്ദവും പർ ഗോലാ ലഗായേ. പരിചിത് ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കേട്ട ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, വാക്കുകളെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ചുറ്റും ഒരു ഗോള, ഒരു വട്ടം വരയ്ക്കാനാണ് പറയുന്നത്. വായിച്ചു നോക്കാം. രാത് കാ സമയ ഥാ. രാത്രി സമയമായിരുന്നു. നീതു കെ ഹാത്ത് മേ കിതാബ് തീ. നീതുവിൻ്റെ കയ്യിൽ എന്താണ് നോക്കിയത് നിങ്ങൾ? നീതു പുസ്തകം വായിക്കുകയാണ് അല്ലേ? അപ്പം നീതുവിൻ്റെ കയ്യിൽ പുസ്തകമുണ്ടായിരുന്നു. നീതു ഘർ കെ ബാഹർ തീ. നീതു എവിടെയാണ് ഇരിക്കുന്നത് പുസ്തകം പിടിച്ചിട്ട്? വീടിന് വെളിയിലാണ് ഇരിക്കുന്നത്. അമ്മ ചായ ലേക്കറായി. അമ്മ എന്താ കൊണ്ടുവന്ന്? അമ്മ ചായയും കൊണ്ടുവന്നു. നീതു ഖുഷ് ഹുയി. ചായ കണ്ടപ്പോൾ എന്താണ്? നീതു സന്തോഷിച്ചു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പരിചിത് ശബ്ദയിലേക്ക്. അപ്പോൾ ഇതിൽ ചില വേർഡ്സ്, ചില വാക്കുകളൊക്കെ നിങ്ങൾ ഈ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കവിതയിലും അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ഏതാണ്? രാത്ത് അല്ലേ? രാത്രി നമ്മൾ കണ്ടു. അപ്പോൾ രാത്തിൻ്റെ ചുറ്റും നമുക്ക് വട്ടം വരയ്ക്കാം. രാത്ത് കാ സമയത്ത നീതു കെ ഹാത്ത് മേ കിതാബ്. പുസ്തകം നമ്മൾ കണ്ടു നേരത്തെ, കിതാബുണ്ട്. പിന്നെന്താ? നീതു ഘർ കെ ബാഹർ തീ. നീതു വീടിന് വെളിയിലായിരുന്നു. ബാഹർ എന്നുള്ള വേർഡ് നമ്മൾ കണ്ടു. അമ്മ ചായ ലേക്കറായി. അമ്മ എന്താ കൊണ്ടുവന്നേ? ചായയാണ് കൊണ്ടുവന്നത്. ചായക്കെ സാത്ത് ബിസ്കൂട്ട് അല്ലേ? നമ്മളത് അവിടെ കണ്ടു. അത് നീതു ഖുഷ് ഹുയി അല്ലേ? നീതുവിന് എന്താ ഉണ്ടായത്? നീതുവിന് സന്തോഷമായി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 5 വേർഡ്സ് കണ്ടോ? രാത്ത്, കിതാബ്, ബാഹർ, ചായ്, ഖുഷ്. ഇത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി പടേ ഓർ സംജേ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ളതാണ്. എന്താ ചെയ്യുന്നത്? ഈ നായ്ക്കുട്ടി എന്താ ചെയ്യുന്നത്? സോത്താ ഹേ. ഉറങ്ങുന്നതിന് എന്താ പറയുക? സോന. സോത്താ ഹേ എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണ്. ഇനി പില്ല സോത്താ ഹേ. അപ്പം എന്താണ്? നായ്ക്കുട്ടി ഉറങ്ങുകയാണ്. ഇനി എന്താ? ഇതെന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നു അല്ലേ? അപ്പം അതിനെന്താ പറയുക? പില്ല കാത്താ ഹേ. പില്ല കാത്താ ഹേ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയാണ്. ഇനിയോ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബോൾ കളിക്കുകയാണ് അല്ലേ? അപ്പം അതിന് നമ്മൾ എന്ത് പറയും? പില്ല ഖേൽത്താ ഹേ എന്ന് പറയും. പില്ല ഖേൽത്താ ഹേ, കളിക്കുകയാണ് എന്ന് പറയും. ഓക്കെ. ഇനി ചിത്ര ദേഖേ ഓർ ലിഖേ. ഇവിടെ താഴെ എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു
നായ്ക്കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കേൽന എന്താ പറയുക, പില്ല ഇവിടെയാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഹേ. എന്താ ചെയ്യുന്നത്, കേൽത്താ ഹേ ആണോ കൊടുക്കേണ്ടത്, കേൽത്താ ഹേ ആണോ ഇവിടെ വരിക, അല്ല. കാരണം എന്താണ്, കേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ പില്ല കേൽത്താ ഹേ വരില്ല. നെക്സ്റ്റ് എന്താണ്, ഖാത്ത, ഖാന എന്ന് പറഞ്ഞാൽ എന്താ, കഴിക്കുക അല്ലേ. അപ്പോൾ പില്ല എന്ത് വരും, പില്ല ഖാത്താ ഹേ എന്ന് നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. ഖാത്താ ഹേ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് അവിടെ വരേണ്ടത്, പില്ല ഖാത്താ ഹേ എന്ന് എഴുതാം. സോത്താ ഹേ ആണോ, പില്ല ഉറങ്ങാണോ, അല്ല. അപ്പോൾ ഇതുമല്ല ഇതുമല്ല, ശരിയായ ഉത്തരം എന്താണ്, ഖാത്താ ഹേ. ഓക്കെ, അപ്പോൾ പില്ല ഖാത്താ ഹേ എന്നാണ് ഉത്തരം വരുന്നത്.